പ്രാർത്ഥിക്കുന്നത് നമ്മുടെ എറണാകുളം അംഗനവാടി അതിരൂപതയുടെ കുടുംബ യൂണിറ്റുകളുടെ ഡയറക്ടർ ബഹുമാനപ്പെട്ട ബെന്നി കാട്ടയിലച്ഛനാണ്. അച്ഛൻ അതോടൊപ്പം സുബോധന മാസ്റ്റേഴ്സിൻ്റെ അംഗമായിരുന്ന നമ്മുടെ
റീജിയണൽ പാസ്റ്റേഴ്സിൻ്റെ ഡയറക്ടർ കൂടിയാണ്. അച്ഛൻ കോട്ടയത്ത് നിന്ന് അച്ഛൻ്റെ MTH പഠനം കഴിഞ്ഞ് നേരെ സുബോധനയിലെ ചാന്തെടുക്കുകയായിരുന്നു. അച്ഛൻ്റെ കുടുംബത്തിലെ അച്ഛനും ഒരു ചേട്ടനും കൂടിയാണുള്ളത്. 2 പേരാണുള്ളത്. 2 പേരും വൈദികരാണ്. അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ നമ്മുടെ ഇടവകയിലേക്ക്, നമ്മുടെ കുടുംബത്തിൻ്റെ വാർഷികത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അച്ഛന് വേണ്ടി, അച്ഛൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതോടൊപ്പം അച്ഛനോട് ചേർന്ന് നമ്മുടെ കുടുംബത്തിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ കുടുംബ കൂട്ടായ്മകളെല്ലാം വേണ്ടി നമ്മൾ ഇടവകയെ സമർപ്പിക്കാം. കുടുംബങ്ങൾ ശക്തമായിട്ട് വിശ്വാസം വരുമ്പോഴാണ് ഇടവകയും സമൂഹമൊക്കെ നന്മയുടെ സാക്ഷികളായിട്ട്, ക്രിസ്തുവിൻ്റെ സാക്ഷികളായിട്ട് വർദ്ധിക്കുക. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുകയും പരസ്പരം സ്നേഹിക്കുന്നവരും എൻ്റെ ശിഷ്യനാണെന്ന് ഈ ലോകം അറിയും എന്ന് യേശുനാഥൻ്റെ സ്നേഹം പകർന്നു നൽകുവാനായിട്ട്, ആ സ്നേഹത്തിൽ ജീവിക്കുവാനായിട്ട് നമ്മയും നമ്മുടെ കുടുംബങ്ങളെയും കുടുംബങ്ങളെയും സംഘടനകളെയും എല്ലാം അനുഗ്രഹിക്കുമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇടവകയിലുള്ളതായി സമർപ്പിച്ചുകൊണ്ട് ഭക്തിയോടെ നമുക്ക് രീതിയിൽ കാണിച്ചു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.
നിങ്ങളുടെ കർത്താവായ ദൈവമേ നാമത്തിൽ ഉറച്ചു വിശ്വസിക്കുകയും ആ വിശ്വാസം പരമാർത്ഥതയോടെ ഏറ്റുപറയുകയും ചെയ്യുന്നത് അങ്ങ് ശക്തരാകുന്നു. ആത്മശരീരങ്ങളെ പവിത്രീകരിക്കുന്ന പരിഹാര രഹസ്യങ്ങൾ ഞങ്ങൾ വിശുദ്ധിയോടുകൂടി പരികർമ്മം ചെയ്യട്ടെ. നിർമ്മല ഹൃദയത്തോടും വിശുദ്ധ വിചാരങ്ങളോടുകൂടി ഞങ്ങൾ അങ്ങേക്ക് ശുശ്രൂഷ ചെയ്യുകയും അങ്ങ് നൽകിയ രക്ഷയെപ്രതി നിരന്തരം അങ്ങയെ സ്തുതിക്കുകയും ചെയ്യട്ടെ. പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ എന്നേക്കും
സമാധാനത്തോടുകൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗ്ഗത്തിൽ നിന്ന് പ്രത്യക്ഷനാവുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുമ്പോൾ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് ഇന്ന് ചൂട് നിൽക്കുന്ന സഭയെ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാൻ മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ എല്ലാറ്റിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥായ ദൈവം. സമാധാനത്തോടുകൂടെ എന്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവൻ, ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനത്തെയും പരിപാലിക്കുന്നവനുമാകുന്നു. നിങ്ങളെപ്പോഴും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ ദൈവം. സമാധാനത്തോടുകൂടെ വിശുദ്ധരെയും സംവേദനായി വസിക്കുന്ന പരിശുദ്ധന് സുഖിരനും ബലവാനുമായ കർത്താവ്, അങ്ങയുടെ സ്വഭാവത്തിന് തകരുക എപ്പോഴും ഞങ്ങളെ കാണിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണം. പിതാവുപുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ ദൈവം. എന്റെ സഹോദരനെ, ഉൽപ്പത്തി പുസ്തകങ്ങളായ അധ്യായം 41, 37 മുതൽ 45 വരെയുള്ള വായന കർത്താവിന്റെ വശം. ദൈവം അനുഗ്രഹിക്കട്ടെ. ജോസഫ് ഈജിപ്തിന്റെ അധിപൻ. ഈ നിർദ്ദേശം കൊള്ളാമെന്ന് ഫറവോയും അവന്റെ സേവകന്മാർക്കും തോന്നി. ഫറവോ സേവകന്മാരോട് പറഞ്ഞു,
ദൈവത്തിന്റെ ആത്മാവ് കുടികൊള്ളുന്ന ഇവനെ പോലെ മറ്റൊരു മനുഷ്യനെ കണ്ടെത്താൻ നമുക്ക് കഴിയുന്നു. ഫറവോ ജോസഫിനോട് പറഞ്ഞു, ദൈവം ഇക്കാര്യമെല്ലാം നിനക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത് കൊണ്ട് നിന്നെപ്പോലെ വിവേകിയും ബുദ്ധിമാനുമായ ഒരാൾ വേറെയില്ല. നീ എൻ്റെ വീടിന് നേരാളായിരുന്നു. എൻ്റെ ജനം മുഴുവൻ നിന്റെ വാക്കനുസരിച്ച് പ്രവർത്തിക്കുന്നു. സിംഹാസനത്തിൽ മാത്രം ഞാൻ നിന്നേക്കാൾ വലിയവനായിരുന്നു. ഫറവോ തുടർന്നു, ഇതാ ഈജിപ്ത് രാജ്യത്തിന്റെ മുഴുവൻ അധിപനായി നിന്നെ ഞാൻ നിയമിച്ചിരിക്കുന്നു. ഫറവോ തന്റെ കയ്യിൽ നിന്ന് മുദ്രമോതിരം ഊരിയെടുത്ത് ജോസഫിനെ അടുപ്പിച്ചു. അവനെ 10 വസ്ത്രങ്ങൾ ധരിപ്പിച്ചു. കഴുത്തിൽ ഒരു സ്വർണ്ണ മാലയിടുകയും ചെയ്തു. അവൻ തന്റെ 2-ാം രഥത്തിൽ ജോസഫിനെ എഴുന്നള്ളിച്ചു. മുട്ടുമടക്കുകയും എന്ന് അവർ അവൻ മുമ്പേ വിളിച്ചു പറഞ്ഞിരുന്നു. അങ്ങനെ ഫറവോ അവനെ ഈജിപ്തിൽ മുഴുവൻ അധിപനാക്കി. ഫറവോ ജോസഫിനോട് പറഞ്ഞു, ഞാൻ ഫറവോയാണ്. നിന്റെ സമ്മതം കൂടാതെ ഈജിപ്ത് ദേശത്തിൽ എങ്ങും ആരും കൈയോ കാലോ ഉയർത്തുകയില്ല. അവൻ ജോസഫിനെ സാഫ്നത്ത്ഫാനെയ എന്ന് പേരിട്ടു. ഓനിലെ പുരോഹിതനായ പൊത്തിഫറയുടെ മകൾ അസ്നത്തിനെ അവന് ഭാര്യയായി കൊടുക്കുകയും ചെയ്തു. ജോസഫ് ഈജിപ്ത് മുതൽ സഞ്ചരിച്ചു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം കൊണ്ടുവേ ദൈവികമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രമിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്നു.
സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിന് നിരന്തരം ഞങ്ങളെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. പൂർവ്വകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും ദൈവം നമ്മോട് പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ അവസാന നാളുകളിൽ തന്റെ പുത്രൻ വഴി അവിടുന്ന് നമ്മോട് സംസാരിച്ചിരിക്കുന്നു. അവനെ അവിടുന്ന് സകലത്തിന്റെയും അവകാശിയായി നിയമിക്കുകയും അവൻ മുഖേന പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും ചെയ്തു. അവൻ അവിടുത്തെ മഹത്വത്തിന്റെ തേജസ്സും സത്തയുടെ മുദ്രയുമാണ്. തന്റെ ശക്തിയുടെ വചനത്താൽ അവൻ എല്ലാത്തിനെയും താങ്ങി നിർത്തുന്നു. പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിച്ചതിന് ശേഷം അത്യുന്നതനിലുള്ള മഹത്വത്തിന്റെ വലതുഭാഗത്ത് അവൻ പുരുഷനായി. അവൻ അവകാശമാക്കിയ നാമം ദൈവദൂതന്മാരുടേതിനേക്കാൾ ശ്രേഷ്ഠമായിരിക്കുന്നത് പോലെ അവനും അവളേക്കാൾ ശ്രേഷ്ഠനാണ്. സമാധാനം നിങ്ങളോടുകൂടെ. പരിശുദ്ധ സുവിശേഷം അധ്യായം 12:27 മുതലുള്ള തിരുവചനങ്ങൾ. ഇപ്പോൾ എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു. ഞാൻ എന്ത് പറയേണ്ടത്? പിതാവേ, ഈ മണിക്കൂറിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. അല്ല, ഇതിനു വേണ്ടിയാണല്ലോ ഈ മണിക്കൂറിലേക്ക് ഞാൻ വന്നത്. പിതാവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണം. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടായി, ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. ഇനിയും മഹത്വപ്പെടുത്തും. അവിടെ നിന്നിരുന്ന ജനക്കൂട്ടം ഇത് കേട്ട് ഇടിമുഴക്കമുണ്ടായെന്ന് പറഞ്ഞു. എന്നാൽ ചിലർ ഒരു ദൂതൻ അവരോട് സംസാരിച്ചു എന്ന് പറഞ്ഞു. യേശു പറഞ്ഞു, ഈ സ്വരമുണ്ടായത് എനിക്ക് വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇപ്പോഴാണ് ഈ ലോകത്തിലെ ന്യായവിധി. ഇപ്പോൾ ഈ ലോകത്തിലെ അധികാരിത്വം തള്ളപ്പെടും. ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കും. അവനത് പറഞ്ഞത് അനേക വിധത്തിലുള്ള മരണമാണ് ഭരിക്കാൻ പോകുന്നത് എന്ന് സൂചിപ്പിക്കാനാണ്. അപ്പോൾ ജനക്കൂട്ടം അവനോട് ചോദിച്ചു, ക്രിസ്തു എന്നേക്കും നിലനിൽക്കുന്നു എന്നാണല്ലോ നിയമത്തിൽ നിങ്ങൾ കേട്ടിട്ടുള്ളത്.
പിന്നെ മനുഷ്യപുത്രൻ ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു എന്ന് നീ പറയുന്നത് എങ്ങനെ? ആരാണ് ഈ മനുഷ്യപുത്രൻ? യേശു അവരോട് പറഞ്ഞു, അല്പസമയത്തോടുകൂടി പ്രകാശം നിങ്ങളോട് ഇടയിലുണ്ട്. അന്ധകാരം നിങ്ങളെ കീഴടക്കാതിരിക്കാൻ പ്രകാശമുള്ളപ്പോൾ നടന്നുകൊള്ളുകയും അന്ധകാരത്തിൽ നടക്കുന്നവർ തനിവിടേക്കാണ് പോകുന്നതെന്ന് അറിയുന്നില്ല. നിങ്ങൾ പ്രകാശത്തിന്റെ മക്കളാകേണ്ടതിന് നിങ്ങൾക്ക് പ്രകാശമുള്ളപ്പോൾ അതിൽ വിശ്വസിക്കുകയും. ഇടവക മധ്യസ്ഥനായ വിശുദ്ധമായ മാലാഖയുടെയും അതോടൊപ്പം തന്നെ നമ്മുടെ കുടുംബ യൂണിറ്റുകളുടെ സംയുക്ത വാർഷികത്തിൻ്റെയും ഇടവക ദിനത്തിൻ്റെയും ഒക്കെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടെ നേരുകയാണ്. ഇന്ന് പ്രത്യേകമായ ഒരു പുതുചൈതന്യത്തിലാണ് നമ്മളായിരിക്കുന്നത്. 2 ദിനവും കൂടി ഒരുമിച്ച് നമ്മൾ വന്നിരിക്കുന്നു. നമ്മുടെ പ്രത്യേകമായിട്ടുള്ള തിരുനാൾ ദിനവും ഔദ്യോഗികമായിട്ടുള്ള ഡേറ്റും ഇന്ന് തന്നെയാണ്. 2 കൂടി ഒരുമിച്ച് നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ ഹൃദയം സന്തോഷിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. കാരണം ഹൃദയങ്ങൾ നിറയുമ്പോഴാണ് നമ്മുടെയൊക്കെ സമൂഹം സന്തോഷഭരിതമാകുന്നത്. ദൈവം സ്വർഗത്തിന് തൻ്റെ ദൂതന്മാരോടുകൂടെ സന്തോഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിനം ഏറ്റവും പ്രത്യേകമായിട്ടുള്ള ഒരു ദിനമാണ്. നമുക്ക് നല്ല രീതിയിൽ അതിനെ കൊണ്ടാണ് ആഘോഷിക്കാൻ. പരസ്പരം അങ്ങോട്ടും ക്ഷയിക്കാനെ കൊടുത്തൊരു വിഷയമാണ് നല്ലതാണ്. അടുത്തിരിക്കുന്ന ഒരു പതിനൊരു ക്ഷയിക്കാൻ്റെ കൊടുത്തിട്ട് ഹാപ്പി ഫീസ്റ്റ് എന്ന് പറഞ്ഞത് ഒരു കാര്യം ഒപ്പം വരുമ്പോൾ മറ്റൊരു കാര്യം ഒന്ന് സന്തോഷിക്കാനായിട്ടുള്ള ഒരു ഇടം കൂടിയാണ്. നമ്മൾ വളരെ ഭക്തിയോടെയാണ് ആയിരിക്കുന്ന ദേവാലയമാണ്. അതിലേക്ക് പവിത്രത നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷെങ്കിൽ തന്നെയും എനിക്ക് തോന്നുന്നു ദൈവം സന്തോഷിക്കുന്നത് പരസ്പരം അങ്ങോട്ടും ഒക്കെ നമ്മുടെ സന്തോഷം കാണുമ്പോഴാണ് ദൈവം സന്തോഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ദിനത്തിലെ എല്ലാവരുടെ മക്കളങ്ങൾ സ്നേഹത്തോടെ നേരുകയാണ്. നല്ല മനോഹരമായിട്ടുള്ള ഇടവകയാണ്. നമ്മൾ ഈ ഒരു കുറച്ച് ഇടത്തിലായിരിക്കുമ്പോഴും നിങ്ങൾ നമ്മോട് പറയുന്ന ചെറിയ ചെറുകിടമേ നിങ്ങൾ ഭയപ്പെടേണ്ട, തമ്പുരാൻ നമ്മോട് കൂടെയുണ്ട്. തന്റെ സുവിശേഷത്തിലും ലേഖനത്തിലും ഒക്കെ നമ്മൾ വായിച്ചു കേൾക്കുന്ന ദൈവം ഉയർത്തുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ വായനയിൽ നമ്മൾ ജോസഫിനെ കുറിച്ചാണ്, പൂർവ്വപിതാവായ ജോസഫിനെ കുറിച്ചാണ് നമ്മൾ കേട്ടത്. ചരിത്രമൊക്കെ നമുക്ക് കുറേയൊക്കെ അറിയാം. പഴയ നമ്മൾ വായിക്കുമ്പോൾ ജോസഫിൻ്റെ ചരിത്രം ചേട്ടന്മാരാൽ പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കപ്പെട്ടുകൊണ്ട്, കാരണം അസൂയായിരുന്നു. ഏറ്റവും കൂടുതലായിട്ട് പിതാവ് സ്നേഹിക്കുന്നത് ഈ മകനെയാണെന്നുള്ള വലിയൊരു ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ട്. നമുക്കറിയാം, നമുക്ക് ഈ സ്നേഹം കിട്ടാതെ വരുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടൊക്കെ നമ്മുടെ ഉള്ളിലുണ്ട്. പലപ്പോഴും നമ്മൾ ഒതുക്കിയിരിക്കും. 2 മക്കളുള്ളടുത്ത് ഒരു കൊച്ചിനെ അപ്പച്ചന്മാരും അമ്മച്ചന്മാരും കൂടുതൽ സ്നേഹിക്കുന്നു, മറ്റേ കൊച്ചിനെ കുറവ് സ്നേഹത്തിന് അല്പം കുറവൊക്കെ വരുമ്പോൾ അവിടെ ചില ഏറ്റക്കുറച്ചിലൊക്കെ വരുന്നുണ്ട്. ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു ഇതുപോലെ തന്നെ. ചേട്ടൻ മൂത്തതാണ്, പഠിക്കാനൊക്കെ കഴിവുണ്ടാകുമ്പോൾ പൂർണ്ണമായിട്ട് അങ്ങോട്ട് സ്നേഹം പോകുന്നു. നമ്മൾ ചില മൂലക്കേക്ക് മാറിയിരുന്ന് സങ്കടപ്പെടേണ്ടിയിരിക്കുന്ന സാഹചര്യങ്ങൾ എല്ലാ കുടുംബങ്ങളിലുള്ളതാണ്. നമുക്കറിയാം, നമ്മൾ മനുഷ്യരാണ്, ബലഹീനരാണ്, അപ്പച്ചനമ്മച്ചിമാരൊക്കെ ഇങ്ങനെ സ്നേഹം ഇങ്ങനെ പല രീതിയിലേക്ക് ഒഴുക്കുന്നുണ്ട്. ഇവിടെയും ഈ അപ്പച്ചൻ പൂർവ്വ ജോസഫിനെ പ്രത്യേകമായിട്ട് ഓർത്തു, ഇഷ്ടപ്പെട്ടു. അവരൊറ്റ കാരണം കൊണ്ട് തന്നെ വീട്ടിൽ പ്രശ്നങ്ങളുണ്ടായി. ബാക്കി എല്ലാവരും കൂടി ഒരുമിച്ചു ഇവനെ എങ്ങനെ ഇതിലേക്കൊന്ന് ഇവിടുന്ന് മാറ്റണം. അതുകൊണ്ട് പല രീതിയിൽ ഉപദ്രവിക്കാനൊക്കെ ആയിട്ട് തോന്നി. ഏറ്റവും അവസാനം പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ടു. അത് കഴിഞ്ഞപ്പോൾ വ്യാപാരികൾ തന്നെ വിറ്റു. എന്നിട്ട് പറഞ്ഞു, ഇവനെ വന്യമൃഗങ്ങളെ പിടിച്ചു ഉണ്ടാവുന്ന ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് ഇവിടെ കാണിച്ചു കൊടുത്തു. അങ്ങനെ പല രീതിയിൽ ഉപദ്രവങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഈ വേദനിക്കുന്നവന്റെ കൂടെ യാത്ര ചെയ്യുന്നവനാണ് തമ്പുരാൻ. എവിടെ പീഡിപ്പിക്കപ്പെടുന്നുണ്ടോ, നീതി നിഷേധിക്കപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ എവിടെ ദുഃഖിതരായിരിക്കുന്നുണ്ടോ, രോഗമുണ്ടോ, വേദനയുണ്ടോ, അവരുടെ കൂടെയൊക്കെ യാത്ര ചെയ്യുന്ന നല്ല ദൈവത്തെയാണ് നമ്മൾ കാണുന്നത്.
പെട്ടെന്ന് ഒരു സുഖപ്പെടുത്തലൊന്നും പ്രതീക്ഷിക്കേണ്ട. പക്ഷെ എങ്കിൽ തന്നെയും ദൈവം കൂടെയുണ്ട്. നമ്മളൊക്കെ പ്രാർത്ഥിക്കും എങ്ങനെയാണ്? കർത്താവ് ഇപ്പോൾ തന്നെ ഇറങ്ങി വന്ന് എൻ്റെ കൈകൾ വെച്ച് എന്നെ സുഖപ്പെടുത്തണം. നമ്മുടെ പ്രാർത്ഥന ഇതാണ് അല്ലേ? പരീക്ഷ എഴുതിക്കുന്നപ്പോൾ തന്നെ എൻ്റെ കൈയിലൂടെ വന്ന് എഴുതി എന്നെ ജയിപ്പിക്കണം. നമ്മൾ പ്രാർത്ഥിക്കാറോ? അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആഗ്രഹം പറയുമ്പോൾ ഇപ്പൊ തന്നെ നടത്തണമെന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ? ആ വാശിയെ കൈവിട്ടുകൊണ്ട് നമ്മൾ പറയുകയാണ്, തമ്പുരാനെ നിന്റെ ഇഷ്ടം എന്നിൽ നിറവേറണമേ എന്ന് പറയുമ്പോൾ ദൈവമോടെ പ്രവർത്തിക്കാനാണ്. ആവശ്യമായ സമയത്ത് ആവശ്യമായ നേരത്ത് ദൈവം ഇറങ്ങി പ്രവർത്തിക്കുന്ന ചരിത്രമാണ് ഇസ്രായേലിന്റെ ചരിത്രം എന്ന് പറയുന്നത്. അത് ദൈവമാണ് ഉറങ്ങുകയോ, നമുക്കറിയാം ഇസ്രായേലിന്റെ ദൈവം ഉറങ്ങുകയോ അവൻ മനിയുകയോ ഇല്ലെന്ന് തിരുവചനത്തിലൂടെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഫറവോയുടെ ആക്രമണത്തിന് തൊട്ടുപുറകെ ഫറവോയുടെ രഥങ്ങളും ഒക്കെ വരുന്ന ഇസ്രായേൽ ജനം ഇങ്ങനെ ചെങ്കടൽ കടക്കാനായിട്ട് പോകുന്നത് നമുക്കറിയാം. ഒരു നിമിഷമുണ്ടെങ്കിൽ അവരെ ഒക്കെ പിടിച്ച് വീണ്ടും തിരിച്ചു കൊണ്ടുപോകാമായിരുന്നു. ഒരാളെ പോലും തൊടാതെ ദൈവം അവരെ ഉള്ളങ്കയിൽ മനോഹരമായിട്ട് ചെങ്കടൽ നടത്തി അവരെ രക്ഷിച്ചു. നമുക്ക് ആ ഒരു ചരിത്രം ഒന്ന് ഓർത്ത് നോക്കുക. നമുക്കറിയാം നമ്മുടെ ദൈവം ശക്തനായ ഒരു ദൈവമാണ്. അതുകൊണ്ട് തന്നെ ആവശ്യമായ സമയത്ത് നമ്മളെക്കാൾ നന്നായിട്ട് അറിയുന്ന നേരത്ത് തമ്പുരാൻ പ്രവർത്തിക്കാനായിട്ട് തുടങ്ങും. ജോസഫിന്റെ ജീവിതത്തിൽ ഇതാണ് സംഭവിച്ചത്. വഴിയാത്രക്കാരുടെ വിറ്റവനെ ഫറവോയുടെ അടുത്ത് ചെന്നപ്പോ ഫറവോ അവനെ ഉള്ളങ്കയിലാണ് സ്വീകരിച്ചത്. കാരണം ദൈവാത്മാവ് കൂടെയുള്ളവരുടെ അടുത്തേക്ക് ദൈവ പ്രത്യേകമായിട്ട് ഇറങ്ങി ചെല്ലുന്ന ഒരു അനുഭവമാണ്. അവിടെ അവനെ മുദ്രം പോലും ഊരി കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇത് നീ നിനക്കിരിക്കട്ടെ, ഞാനാണ് രാജാവെങ്കിലും നിന്നെ മറ്റുള്ളവർ ബഹുമാനിക്കും. രാജ്യമൊക്കെ എന്റേതാണ്, പക്ഷേ എല്ലാ അധികാരങ്ങളും ഞാൻ നിനക്ക് തരുന്നത്. ഇസ്രായേലിലെ ഒരു കുഞ്ഞിന്റെ കാലോ കയ്യോ അനങ്ങണമെങ്കിൽ അത് എന്റെ അറിവോടുകൂടിയാണ്. പക്ഷേ ആ ഒരു അധികാരം കൂടി നിനക്ക് ഞാൻ തരും. എത്രത്തോളം മനോഹരമായിട്ട് ദൈവം ഉയർത്തുകയാണ് ഈ ജോസഫിനെ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതോടൊപ്പം തന്നെ ഉപേക്ഷിച്ച, തന്നെ ശത്രുതയോളം, തന്നോടുള്ള ശത്രുതയോളം തന്നെ തള്ളിക്കളഞ്ഞ തന്റെ സഹോദരന്മാര് അവരുടെ അടുത്ത് വന്നപ്പോ, ഭക്ഷണമില്ലാതെ അടുത്ത് വന്നപ്പോ ജോസഫിനെ തിരിച്ചറിയില്ല. പക്ഷെ ജോസഫിന് മനസ്സിലായി. മനോഹരമായിട്ട് അവർക്ക് വേണ്ടതൊക്കെ കൊടുത്തു, അവർക്കെല്ലാം നൽകി, അവരെ പൂർണ്ണമായിട്ട് അനുഗ്രഹിച്ചാണ് അവരെ പിതാവിന്റെ അടുത്തേക്ക് വിടുന്നത്. വീണ്ടും ഒരു കൊച്ച് വെള്ളിപ്പാത്രം ഞാനത് വെക്കുന്നുണ്ട് ഈ തിരിച്ചറിവിന് വേണ്ടി. അതൊക്കെ സംഭവിച്ച മനോഹരമായിട്ട് ദൈവത്തിന്റെ പ്രത്യേകമായിട്ടുള്ള കൃപ ആ കുടുംബത്തിലേക്ക് കൊണ്ടുവരികയാണ്. സ്നേഹമുള്ളവരെ, ഇതുപോലെ തന്നെയാണ് സുവിശേഷത്തിൽ വരുമ്പോഴും നമ്മൾ കാണുന്നത് യേശുവിനെ ദൈവം ഉയർത്തുന്നത്. കുരിശില് അവരെ ഉയർത്തുന്നു. അവിടെ പറയുന്നുണ്ട്, എന്നെ തള്ളിക്കളഞ്ഞവരൊക്കെ എന്റെ അടുത്തേക്ക് വരും. എന്നെ താൻ ഏത് വിധത്തിലുള്ള മരണമാണ് എന്ന് വരിക്കാനായിട്ട് പോകുന്നത് ഈശോ അവിടെ വ്യക്തമാക്കുകയാണ്. കുരിശില് ഉയർത്തപ്പെടും, പീഡനം സഹിക്കും, ചമ്മട്ടികൾ കൊണ്ട് അടിക്കപ്പെടും, സർവ്വകാലം ദ്വേഷിക്കപ്പെടും, പക്ഷേ ദൈവം ഉയർത്തും. നമ്മുടെ ഇന്നത്തെ ഒരു കൊച്ചു ചിന്ത ഇത് തന്നെയാണ്, ദൈവം നമ്മളെയൊക്കെ ഉയർത്തും. സ്നേഹമുള്ളവരെ, മുമ്പിലിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഏതെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടാത്ത രീതിയിൽ ആരുമില്ല. നല്ല കൊച്ചു മക്കളൊക്കെ ടെൻഷനായിരിക്കും, വലിയവര്, കടബാധ്യതയുള്ളവര്, വീട്ടിലെ സമാധാനമില്ലായവര്, പരസ്പരം കലഹിക്കുന്നവര്, ഏതെങ്കിലും രീതിയിലെ രോഗാവസ്ഥയിലായവര്, ഇതൊക്കെ നമ്മളെ ഇങ്ങനെ അസഹ്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ തന്നെയും സ്നേഹമുള്ളവർ ഒറ്റ കാര്യം മാത്രം നമ്മൾ വിശ്വസിക്കുക, ദൈവം കൂടെയുണ്ട്. ആ ദൈവം എന്നെ ഉയർത്തും, എന്നെ ഉള്ളം കയ്യിൽ സ്വീകരിക്കുന്ന നല്ല ദൈവമാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ ദൈവം എത്ര അടുത്തുള്ള വേറെ ഏത് ജനതയാണുള്ളതെന്ന് തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. സ്നേഹമുള്ളവരെ, ഇത്രത്തോളം വലിയൊരു ഷുവറിറ്റി ഉറപ്പ് തരുന്ന മറ്റൊരു ദൈവത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്നീ ഇടവകദിനം നമ്മൾ ആഘോഷിക്കുമ്പോൾ സ്നേഹമുള്ളവരെ, ഒരുമിച്ച് ഒരേ ഹൃദയത്തോടെ ഈ ഇടവകയിൽ നമുക്ക് പ്രവർത്തിക്കണം. ഇടവകയുടെ ഉന്നമനത്തിന് വേണ്ടി നമ്മൾ പ്രത്യേകമായിട്ട് പ്രവർത്തിക്കണം. നമ്മുടെ പ്രാർത്ഥനയിൽ, കുടുംബ പ്രാർത്ഥനയിലൊക്കെ ഉണ്ടാകേണ്ട ഒന്നാണ് കർത്താവിന്റെ ഇടവകയെ ശക്തിപ്പെടുത്തണമേ, ഇടവകയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത്. നമ്മൾ പിശാചിന്റെ പ്രവർത്തനം ഒത്തിരിയേറെയുണ്ട്. നമുക്കറിയാം, റഫായേൽ മാലാഖയൊക്കെ നമുക്ക് വലിയൊരു സംരക്ഷണമാണ്.
കൂടെയുള്ള ഈ മാലാഖയുടെ അനുഗ്രഹമൊക്കെ വലിയ സംരക്ഷണമാണ്. ഉള്ളിൽ കയറി പിളർപ്പുണ്ടാക്കാനായിട്ട് നോക്കുന്ന എല്ലാ പിശാചുകളെയും പുറത്താക്കാനായിട്ടുള്ള ശക്തി ഈ തമ്പുരാനാണ്. അതുകൊണ്ട് തന്നെ വലിയ വിശ്വാസത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം. പ്രത്യേകമായിട്ട് ഇന്നേ ദിവസം നമുക്കായി ഒരുക്കിയിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും പരിപാടികളെയും ഒക്കെ നമുക്ക് ഓർക്കാം. നമുക്കറിയാം, ഇതൊക്കെ നടത്തുന്നത് നമ്മുടെ ഉന്നമനത്തിന് വേണ്ടി, നമ്മുടെ ഒരുമയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇടവകയുടെ എല്ലാ പ്രവർത്തനങ്ങളും പ്രത്യേകമായിട്ട് കുടുംബ യൂണിറ്റുകളുടെയൊക്കെ ലക്ഷ്യം എന്ന് പറയുന്നത്, സ്നേഹമുള്ളവരെ, വെറുതെ കൊണ്ട് ചായ വിളിച്ചു പോകാനായിട്ടല്ല. മിക്കവാറൊക്കെ കുടുംബ യൂണിറ്റുകളെ കുറിച്ചുള്ള മാസത്തിലാവും ചോദ്യം, എന്താണ് കുടുംബ യൂണിറ്റിൽ വന്നിട്ട് നിങ്ങൾക്ക് കിട്ടാറുള്ളത്? വളരെ സുരക്ഷിതമായ ശൈലിയിൽ പറയാറുള്ള ഒരു ചായ കിട്ടും, ഒരു കടി കിട്ടും, സന്തോഷമായിട്ട് ഞങ്ങൾ പോകുന്നു. അതുമാത്രമല്ല, മറിച്ച് പരസ്പരം അങ്ങോട്ടുമൊക്കെ അറിയാൻ, സ്നേഹിക്കാൻ ഒരു സോഷ്യലൈസേഷൻ അവിടെ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വചനം പങ്കുവയ്ക്കുന്ന മേഖല നടക്കുന്നുണ്ട്, ഭക്ഷണം പങ്കുവയ്ക്കുന്നത് നടക്കുന്നുണ്ട്. പരസ്പരം ഒരുമിച്ചിരിക്കാനായിട്ടുള്ള ഒരു ഇടമായിട്ട് കുടുംബ യൂണിറ്റുകൾ മാറുന്നുണ്ട്. സ്നേഹമുള്ളവരെ, എവിടെയും ദൈവാനുഗ്രഹമുണ്ടോ അവിടെ ഐക്യമുണ്ട്. ഈ ഐക്യത്തിന് വേണ്ടി പ്രവർത്തിക്കാനായിട്ടാണ് ദൈവം പ്രത്യേകമായിട്ട് നമ്മൾ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടുകൾ, വേദനകൾ ഉണ്ടാകുമ്പോഴൊക്കെ സ്നേഹമുള്ളവരെ പരിശുദ്ധന്മാരെ വിളിച്ചുകൊള്ളുക. ആത്മാവ് നമുക്ക് ശക്തിയുള്ള അനുഗ്രഹമായിട്ട് മാറും. പ്രത്യേകമായിട്ട് സുവിശേഷത്തിലെ യേശുവിനെ ദൈവം ഉയർത്തുമ്പോൾ ആരൊക്കെ തന്നെ തൊല്ലി പറഞ്ഞിട്ടുണ്ടോ, ആരൊക്കെ കുറ്റം പറഞ്ഞിട്ടുണ്ടോ, അവരെയൊക്കെ ഈ ക്രിസ്തുവിന്റെ അകത്തേക്ക്, കുരിശിലേക്കാണ് കൊണ്ടുവരുന്നത്. ഈ കുരിശ് രക്ഷയുടെ അടയാളമായിട്ട് മാറുകയാണ്. ഇന്ന് നമുക്കറിയാം, ലോകത്തില് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു അടയാളം എന്ന് പറയുന്നത് കുരിശാണ്. എല്ലാവരും തന്നെ ഉപയോഗിക്കുന്ന ഒരു അടയാളം കുരിശാണ്. എത്രത്തോളം ഈ കുരിശിനെ മാറ്റി നിർത്തി അവരവജ്ഞതയോടെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അവിടെയൊക്കെ ക്രിസ്തു മഹത്വപ്പെടുത്താനായിട്ട് ഈ കുരിശ് അനുഗ്രഹമായിട്ട് മാറി. സ്നേഹമുള്ളവരെ, നമുക്ക് നൽകിയിരിക്കുന്ന ഈ രക്ഷയുടെ അടയാളമായ കുരിശിനെ, അതിനെ സഹനം ഓർമ്മ വരെ നമുക്ക് കുരിശിലെ ക്രിസ്തുവിന്റെ സഹനം നമുക്ക് ഇടയ്ക്ക് ഓർമ്മ വരും. നമ്മൾ സഹിക്കുമ്പോൾ ആ ക്രിസ്തുവിന്റെ സഹനത്തോട് ചേർത്ത് വെച്ചുകൊണ്ട്, കുരിശോട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ദൈവം നമ്മെ ഉയർത്തുമെന്നുള്ള വലിയൊരു ബോധ്യം കൈവിടാതെ ആയിരിക്കുക. കാരണം തിരുവചനങ്ങളൊക്കെ നിവൃത്തിയായിട്ടുണ്ട്, അതൊന്നും പാഴായി പോയിട്ടില്ല എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് നമുക്ക് ഓർക്കാം. ദൈവം ഓരോരുത്തരെയും ശക്തമായിട്ട് അനുഗ്രഹിക്കുക. പ്രത്യേകമായിട്ട് നമുക്ക് ഈ നേതൃത്വത്തിൽ നിൽക്കുന്ന എല്ലാവരും പ്രത്യേകമായിട്ട് അന്വേഷണങ്ങളുണ്ട്, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സുണ്ട്, നെൽക്കാരന്മാരുണ്ട്, വൈശ്യന്മാരുണ്ട്, കുടുംബ യൂണിറ്റ്, സെൻട്രൽ കമ്മിറ്റി ടീം മുഴുവനുമുണ്ട്. എല്ലാവരും പ്രത്യേകമായിട്ട് നമുക്ക് ഓർക്കാം. ഇവരുടെയൊക്കെ പ്രവർത്തനങ്ങളാണ് നമ്മളെ പൂർണ്ണമായിട്ട് ഒരുമിച്ച് നിർത്തുന്നത്. ഇതൊക്കെ ഒരു ദൈവാനുഗ്രഹമായിട്ട് മാറട്ടെ. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടെ പക്വതയോടെ കർത്താവിനെ ഉണ്ടാകുമെന്ന് അപേക്ഷിക്കാം. ജീവിതത്തിലെ സന്തോഷങ്ങളും സങ്കടങ്ങളും സമൃദ്ധിയോടെ ജീവിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങനെയും അപേക്ഷിക്കുന്നു. സത്യവിശ്വാസവും നിർമ്മലസ്നേഹവും വഴി ജീവിതവിശുദ്ധിയിൽ വളർന്ന് വിശ്വാസ സാക്ഷ്യപ്പെടുത്തുവാൻ കുടുംബജീവിതം നൽകുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് കർത്താവേ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഈ ദിനം ജീവിതത്തെക്കുറിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ബഹുമാനപ്പെട്ട ഡീനേജിനെയും അങ്ങയുടെ ആഴയിലേക്ക് വേണ്ടതായ മാർഗനിർദ്ദേശങ്ങൾ നൽകി സുരക്ഷിതരായി ഞങ്ങൾ നയിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട വികാരിയെയും പത്രത്തിനെയും ഈ ഇടവകയിൽ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ സമർപ്പിതരെയും നിരവധിയായ അനുഗ്രഹങ്ങളാൽ നിറയ്ക്കുകയും നയിക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇടവകയിൽ പലവിധ രോഗങ്ങളാലും മാനസികവും ശാരീരികമായ ബുദ്ധിമുട്ടുകളാലും സാമ്പത്തിക ഞെരുക്കങ്ങളാലും ദുരിതം അനുഭവിക്കുന്നവരെ അങ്ങയുടെ സൗഖ്യവും സമാശ്വാസവും നൽകി അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ അനുഗ്രഹിക്കും എന്ന രക്ഷിത കർത്താവേ, ജോലിക്കും പഠനത്തിനും വിദൂരങ്ങൾ വിദേശങ്ങളിലുമായി പോയിരിക്കുന്ന ഇടവക മക്കളെ എല്ലാവരെയും വിശ്വാസത്തിലും വിശുദ്ധിയിലും സ്നേഹചൈതന്യത്തിലും കാത്തു സൂക്ഷിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സത്യവിശ്വാസത്തോടെ പഠിച്ച്
ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കന്മാർക്കും ബന്ധുമിത്രാദികൾക്കും ഇടവകയിൽ സേവനം ചെയ്ത് കടന്നുപോയ എല്ലാ വൈദികർക്കും സമർപ്പിതർക്കും തിരുമുഖ ദർശനം നൽകി അനുഗ്രഹിക്കണമെന്ന് അങ്ങേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ഈശോയെ, എന്റെ കൃപയെ ഞങ്ങളെല്ലാവരും രക്ഷിക്കുകയും എന്റെ ശാന്തിയും സമാധാനവും ഞങ്ങളെ വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മേരോട് സമർപ്പിക്കാം. ബലവാനായ ദൈവമേയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പാപങ്ങളെ നിറയ്ക്കണം, അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങ് കാരുണ്യാതിരകമായ ജനം മുഴുവനെയും അനുവർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കഴുകി കളയട്ടെ. ഞങ്ങളുടെ ഇടവകയെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു. ദൈവമായിട്ട് ഇന്ന് ഞങ്ങളുടെ ഇടവകനായ നാം ആഘോഷിക്കുമ്പോൾ ഞങ്ങളുടെ കുടുംബങ്ങളെ നീതിന്മയിൽ കാത്തുകൊള്ളണം. ഇടവകയെ ശക്തിപ്പെടുത്തുന്ന അനുഗ്രഹിക്കണം. ഞങ്ങളുടെ ബലഹീനതയെ പൂർണ്ണമായിട്ട് ശക്തിപ്പെടുത്തി പരിശുദ്ധാത്മാവിനെ കാണുവാൻ ഞങ്ങളെ ഒന്നിപ്പിക്കണം. പിതൃനാമവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനിലേക്കും.
സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടി നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അവിടുന്ന് സ്വർഗ്ഗത്തിൽ നൽകി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയം ശരീരം സ്വീകരിച്ച് മനുഷ്യരായി പിറന്നു. പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും ശ്രീമായും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നതുപോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവും ജീവിതമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നേഹികവും സാന്ത്വികമായ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ശരീരത്തിന്റെ ഉയർവും വിദ്യാഭ്യാസങ്ങളെ പറയുകയും ചെയ്യുന്നു. സഹോദരരെ, ഈ കുർബാനയുടെ ധർമ്മ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ നന്ദി പറയുന്നവയുടെ അപേക്ഷിക്കുന്നു. ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ ഇവരും ഭാവികളായിരുന്നു ഞങ്ങളെ കാരുണ്യാഗ്രഹത്താൽ യോഗ്യരാക്കി. നൽകിയ ദാനത്തിന്റെ സ്നേഹത്തോടും വിശ്വാസത്തോടുകൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തനാകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളെ സമയം ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. നമുക്കെല്ലാവർക്കും ചെയ്യാം. നിങ്ങൾ സൂക്ഷിച്ചിരിക്കുകയും പുരോഗമന വഴി സമാധാനം സമർപ്പണ വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. കണ്ണുകൾ താഴ്ത്തി പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മളുടെ സമാധാനം
പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ അങ്ങയുടെ മഹത്വമേറിയ ആരാധനമായ നാമം എല്ലാ എല്ലാ സൃഷ്ടികളുടെ പുകഴ്ചയും നൽകുകയും എന്തുകൊണ്ട് ലോകത്തെയും അവരുടെ സന്നദ്ധയും കരമോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോടുള്ള കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളായ മാലാഖമാരുടെ പതിനായിരങ്ങൾ മഹോന്നതനായ ആരാധിക്കുന്നു. പരിശുദ്ധരും വികൃതമായ ഭവന്മാരോടും സഭന്മാരോടും ചേർന്ന് നാഥനായ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ വിടാതെ സ്തുതിച്ചു അവർ ചേർന്ന് ഘോഷിക്കുകയും ചെയ്യുന്നു. ഞങ്ങളോട് നാമത്തിൽ
രക്ഷയുടെ സ്മാരകമായ ഈ രഹസ്യ തിരുസന്നിധിയെ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ സ്മരണ ആചരിക്കുന്നു. ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായി തൃക്കരങ്ങൾ അപ്പമെടുത്തു സ്വർഗത്തിലെ ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിന് നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടും എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടും പുതിയ ഉടമ്പടിയും എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ നിങ്ങളുടെ നാമത്തിൽ ഒന്നിച്ചു എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. പ്രകാശിക്കുവാൻ കഴിയാത്തൊരു മാത്രമേ അനുഗ്രഹമാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. എന്റെ ദൈവിക ജീവൻ ഞങ്ങളെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിശുപോയി ഞങ്ങളെ സമർപ്പിക്കുകയും ബദലായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ഭാവികളായി ഞങ്ങളെ പ്രദക്ഷിണിച്ച് വിശുദ്ധീകരിച്ച് ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വം നൽകുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പ്രാർത്ഥിക്കുകയും സമാധാനത്തോടെ കർത്താവേ, ശക്തനായ ദൈവം, സാർവത്രിക സഭയുടെ പിതാവുമായ ഞങ്ങളുടെ സഭയുടെ പിതാവുമായ സമർപ്പിതമായ സഭ മുഴുവൻ ഈ കുർബാന സ്വീകരിക്കണമേ. ഈശ്വരനും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളുമാകുന്നവരുമായ എല്ലാവരും നിങ്ങളുടെ ദൈവത്തിന്റെ നാമത്തിൽ മരിച്ചവർക്ക് അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപ്പെടുന്ന ഈ ദൈവമക്കൾക്ക് വേണ്ടി വിഷമകരമായി വ്യക്തിപരമായ എല്ലാ പ്രാർത്ഥനകളും ആഗ്രഹങ്ങളും പരീക്ഷണങ്ങളുടെ പരിസ്ഥിതി നമുക്ക് സമർപ്പിക്കാം. കുടുംബത്തെ പൂർണ്ണമായിട്ട് ഞാൻ
and the lake of the Beatitudes. Remember to say, make us something that mockery divided them by Ashur Yogi of the Identity, no mockery, but how we made some of the Arabic. Restaurants need to have സന്തോഷത്തെ അങ്ങയെ മഹത്വപ്പെടുത്തുവാനായിട്ടുള്ള ജോലിയില്ലാതിരിക്കുന്നവർ വിവാഹപ്രായമായിട്ടും വിവാഹം കഴിക്കാൻ സാധിക്കാതെ നല്ല മക്കളെ ദിവസങ്ങളാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുവാനായി കടപ്പെട്ടിരിക്കുന്നവർക്കെല്ലാവർക്കും വേണ്ടി അയോഗ്യനായി വിടുവിക്കുവാൻ സ്വീകരിക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമുള്ള പിതാവായ ദൈവമെന്ന് അങ്ങയുടെ പേരുള്ള ഈശ്വരനായി അങ്ങായിശ്വരനും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹായെന്ന് ജീവദായകമായ സുവിശേഷം വഴി വിശുദ്ധ ജീവിതവും ജീവദായകമായ അടയാളത്തിനും പരിശുദ്ധ കത്തോലിക്കാസഭയുടെ സ്നാനകമായ എല്ലാവർക്കും വേണ്ടിയുള്ള നൈർമല്യവും വിശുദ്ധിയും ഞങ്ങളെ പഠിപ്പിച്ചു എല്ലാ മനുഷ്യരെയും കർത്താവിനെല്ലാം ലക്ഷ്യമായി ഈശ്വരന്റെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദാഹരണത്തിന്റെയും മഹനീയവും ഭേദകരവും വിശുദ്ധവും ജീവദായകമായ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവേ നിന്റെ ദാസരുടെ കുർബാനയിൽ താമസിച്ച് നിന്റെ ആശീർവദിക്കുകയും ഭവിക്കുകയും ചെയ്യട്ടെ. ഇത് നിങ്ങൾക്ക് കടങ്ങളുടെ വൃത്തിയും പാപങ്ങളുടെ മോചനം മനുഷ്യരുടെ ഉയർത്തുന്നതിനെ പ്രത്യാശിക്കുന്നതിന് പിടിപിടിച്ച എല്ലാവരും സ്വരാധിപൂർണവുമായ ജീവിതത്തിനും കാരണമാകുന്നു. കർത്താവായ ദൈവമേ, നിങ്ങൾക്ക് വേണ്ടി അങ്ങയുടെ മഹനീയവും നിസ്സയാമുഖമായ ഈ രക്ഷാപദ്ധതിയിലെ അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ മൂല്യത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞതാർപ്പിക്കുകയും ചെയ്യുന്നു. ദൈവമേ, അങ്ങയുടെ ഹൃദയങ്ങളോട് ദയതോന്നണമേ. കർത്താവേ, ആശ്രയിക്കണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹോപരിശുദ്ധം ജീവദായകനും ദൈവവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാര്യങ്ങൾ ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ യേശുമിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതി. നാഥനായ നിരന്തരാത്രിയിൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങിയത് ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയും പാപമോചനം രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും.
നമ്മുടെ കർത്താവേ യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കർത്താവായ ദൈവമേ, കാരുണ്യപ്രവൃത്തികൾക്ക് നൽകി വിശ്വാസത്തോടുകൂടെ എപ്പോഴും നിഷ്കൃതമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങേ വിളിച്ച പ്രകാരം ഉപേക്ഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേശ്വരനായ സർവ്വേശ്വരൻ, നല്ലവനായ ദൈവമേ, പാവനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ അവന്റെ സൈന്യത്തിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ട് നാം സ്വർഗ്ഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും നാമവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. വിശുദ്ധീകരിക്കുന്ന രഹസ്യവും അമൂല്യമായ നമുക്കെല്ലാവർക്കും അവിടുത്തെ കാരണത്താൽ നാമെല്ലാവരും സമ്പൂർണ്ണമാകട്ടെ. സഹോദരരെ, അമൂല്യമായ ശരീരവും ജീവധാരമായ സ്വീകരിച്ച് ശുദ്ധിപാടുകയും
ക്രിസ്തുവിന്റെ ശരീരത്തിലുള്ള ഇടപെടലിൽ ദക്ഷിണ കരമാകട്ടെ.
അറിയിപ്പുകൾ. ഇന്ന് നമ്മുടെ ദിന മധ്യസ്ഥന്റെ തിരുനാൾ എന്നാണ്. അന്നേ ദിവസത്തിന്റെ നമ്മുടെ ഒരു കൂട്ടായ്മ കൊള്ളാൻ സാധിച്ചത് പ്രത്യേകം ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കണം. വിശുദ്ധ കുർബാന കഴിഞ്ഞ ഉടനെ തന്നെ പള്ളിയുടെ മുൻവശത്ത് ചായ ഒരുക്കിയിട്ടുണ്ട്. ചായ കുടിച്ച ശേഷം 10-15 മിനിറ്റിനുള്ളിൽ എല്ലാവരും അത് സാധിക്കുന്നത്ര നേരത്തെ നമ്മൾ യോഗം തുടങ്ങേണ്ടതുണ്ട്. 7:15 മണിയോട് യോഗം തീർക്കണമെന്ന് വിചാരിക്കുന്നു. 1 മണിക്കൂർ 10 മിനിറ്റോളം പ്രോഗ്രാമുണ്ട്. 8:45 ഭക്ഷണം നൽകി 9:45 അവസാനിച്ച് പോകാൻ സാധിക്കുമെന്നാണ് വിചാരിക്കുന്നത്. നമ്മുടെ എല്ലാവരുടെയും സഹകരണം പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. അന്നാക്കിയുടെ തിരുനാൾ പ്രസംഗിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, തിരുനാൾ നിർത്താൻ ആഗ്രഹിക്കുന്നത് പേര് നൽകുന്ന കാര്യങ്ങൾ കൂടി ഓർമ്മിപ്പിക്കുന്നു. ഇതുവരെ 84 പ്രസംഗങ്ങൾ വന്നിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ച വചനമായി നടത്തിയ കൊടി ഫാമിലിയിൽ പ്രത്യേകം നന്ദി പറയുന്നു. ഈ ആഴ്ച വചനമായി നടത്തുന്നത് രഹസ്യങ്ങൾക്കാണ് ഓർമ്മിപ്പിക്കുന്നു. കഴിഞ്ഞ സ്വതന്ത്ര കാഴ്ച 8344 രൂപ. അടുത്ത വെള്ളിയാഴ്ച 4-ാം തീയതി മാസാന്ത്യ വെള്ളി രോഗികൾക്കും പ്രായമായവർക്കും വീടുകളിലെ വിശുദ്ധ കുർബാനയും പ്രസാദവും പേര് നൽകുവാനായിട്ട് നേരത്തെ പ്രസിദ്ധീകരണം ഓർമ്മിപ്പിക്കുന്നു. വൈകിട്ട് 4:30 പ്രായമായവർക്ക് വേണ്ടിയുള്ള കൂട്ടായ്മ 5 മണിക്ക് പ്രസാദം, 6 മണിക്ക് വിശുദ്ധ കുർബാന. നമ്മുടെ ഇതിനോട് ബന്ധപ്പെട്ട് സായി വിളിച്ചിട്ട് ക്ലാസ്സൊക്കെ വേസ്റ്റിടാൻ വെച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ തന്നെ ആഹാരങ്ങൾ നിക്ഷേപിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ കൺവെൻഷൻ സെൻ്ററിൽ നമ്മുടെ പ്രോഗ്രാം കഴിയുമ്പോൾ ഭക്ഷണം നൽകുന്നത് മുൻവശത്തും അതുപോലെ സൈഡിലുമാണ്. ഭക്ഷണം എടുത്തുകൊണ്ട് ബോളിനകത്തേക്ക് പ്രവേശിക്കുന്നതും ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ വണ്ടികളിൽ തന്നെ ബാക്കി ആരും വണ്ടികളിൽ കൊണ്ട് ബോളിനകത്തേക്ക് പോകുന്നതിന് ബോളിലേക്ക് നടന്നു പോകുക. അത് കഴിഞ്ഞ് പ്രോഗ്രാം കഴിയുമ്പോൾ വണ്ടികൾ ഇവിടെ വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. ഞങ്ങൾ ചായ കുടിച്ചിരിക്കാൻ ഉടനെ തന്നെ ഓഡിറ്റോറിയത്തിലേക്ക് ചെന്ന് ഇരിക്കുന്നതാണ് ഓർമ്മിപ്പിക്കുക. പെട്ടെന്ന് നമ്മുടെ പ്രോഗ്രാം കണ്ടതുകൊണ്ട് അത് വിളിച്ചതിന് തടസ്സമുണ്ടാകരുത്. സാധിക്കുന്നത്ര നേരത്തെ തന്നെ നമുക്ക് വായിച്ചെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ വിശുദ്ധീകരിച്ച ബഹുമാനപ്പെട്ട അദ്ദേഹത്തിന് സ്നേഹത്തോടെ നന്ദി പ്രകാശിപ്പിക്കുന്നു. അതോടൊപ്പം അച്ഛൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും വിജയമായി കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ഇടവമധ്യസ്ഥനായ വിശുദ്ധനായ മാതാവിനെ ഓർമ്മയാചരിച്ചുകൊണ്ട് സ്തുതിയും പരിശുദ്ധവും ചിരതായ ദൈവികമായ രഹസ്യങ്ങൾ പങ്കുചേരുവാൻ അങ്ങനെയുള്ള കൃപ നൽകിയ ദാനത്തിന്റെ സ്തുതിയും ബഹുമാനവും ആരാധനയും സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ നിങ്ങളുടെ പ്രത്യാശയായ പാപങ്ങൾ ക്ഷമിക്കുകയും ജീവൻ ഞങ്ങളെ പുണ്യാലാക്കുകയും ചെയ്തു. വാഴ്ത്തപ്പെട്ടതാകട്ടെ. വിശുദ്ധമായ മാലാഖയെ പോലെ ഞങ്ങളും ഈ ഭൂമിയിൽ ജീവിതത്തിലൂടെ സാക്ഷ്യം വഹിക്കുവാനും ഞങ്ങളെ സഹായിക്കണം. പിതാവും പരിശുദ്ധാത്മാവുമായി സർവേശ്വരനായ ദൈവം.
ദൈവം അക്ഷയ സൗഭരമാനിടുവാ ദൈവം നന്നായി ശരീരം ഭക്ഷിക്കും മാനം ചെയ്യും മാനവനിൽ വിവസിക്കും അവരെ ഞാനും നിശ്ചയമാ വിധിയിൽ വീഴാത്തവരെയ അന്തിമ ദിവസമൊഴിപ്പിക്കും നിത്യായും സവനീയം നാദരും ചെയ്തു ഈ ബലിയിൽ ദൈവം നമ്മുടെ ജീവിത പാതകളിൽ ആവശ്യകം ദാനങ്ങൾ പുരുഷടയാളം വഴിയായ സംരക്ഷിതരാം തീരത്തെ മുദ്രിതരായി ഭവിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കഴിഞ്ഞ വർഷങ്ങളില് ദൈവങ്ങളുടെ ഇടവയ്ക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് സ്വന്തം പാടി വളരെ സ്നേഹിക്കുന്നു.
സർവ്വം സ്വർഗ്ഗവും പ്രോത്സാഹിപ്പിക്കുന്നു സ്വർഗ്ഗസംഗീതം കേൾക്കുന്നു സർവ്വീശ്വരം ദൈവം സംശുദ്ധൻ സംശുദ്ധൻ നിത്യം സംശുദ്ധൻ സംശുദ്ധൻ നിത്യം സംശുദ്ധൻ ഉന്നതരായ തന്നോട് സുതുമാണേ മധ്യരക്ഷ കന്യകയും അങ്ങീട് ജാതന സ്വർഗ്ഗവാതിൽ തുറന്നു ദൈവത്തിന്റെ നിഞ്ചനങ്ങളെ ആശിസേകളെ നിത്യവും നീ ഭരിക്കുക നിഞ്ചനങ്ങളെ ഉന്നതീയവേ നിത്യവും ഞങ്ങൾ അങ്ങേ വാഴ്ത്തും പാവനനാമം ലോകത്തെ മുഴുവനും മനുഷ്യനായ സൃഷ്ടിക്കുന്നു അങ്ങയുടെ ദിവസാനം കൊണ്ട് പ്രപഞ്ചത്തെ മുഴുവനും ദേവാലയമാക്കി മാറ്റുകയും ചെയ്ത ദൈവം ഞങ്ങളുടെ ഇടവകയും ഞങ്ങളുടെ ദേവാലയത്തെയും ഞങ്ങൾക്ക് നൽകിയവയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഇടവകയ്ക്കായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും അധ്വാനിക്കുകയും ചെയ്യുന്ന നല്ലവരായ എല്ലാവരെയും അങ്ങയുടെ ദൈവധ്യാനങ്ങളാൽ നിറയ്ക്കണമേ. നമ്മുടെ കർത്താവേ യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാമെല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.
ദൈവജനത്തിൻ മാനവ വിശുദ്ധനായ റാഫേൽ ദൂതൻ ദൈവത്തിൻ